നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. UDFന്റെ ഭവന സന്ദർശനത്തിനിടെ കോൺഗ്രസ് KPMS പ്രവർത്തകർക്കു മർദ്ദനം. മർദ്ദനമേറ്റ രാജുമോൻ, മോൻസി എന്നിവരെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടിനെ നടുക്കിയ കൊലക്കേസ് പ്രതികൾ പോലീസ് പിടിയിൽ. കൈനഗിരി ജയേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഘത്തെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യം. വാർദ്ധക്യകാല പെൻഷൻ വിതരണത്തിൽ പോസ്റ്റ് ഓഫീസ് അനാസ്ഥ കാട്ടുന്നതായി നാട്ടുകാർ. ഇവിടെ ആരു കൊടികുത്തും? ഇലക്ഷന്റെ മറവിൽ നിലം നികത്ത് വ്യാപകം. കൊടികുത്താൻ ആളില്ലാതെ കുട്ടനാട്ടിലെ നികത്തുപാടങ്ങൾ. മങ്കമ്പ് തെക്കേക്കര മൂലം പൊങ്ങപ്ര പാടശേഖരത്തിന്റെ പുറംബണ്ട് ഉയർത്തിയില്ലെങ്കിൽ അടുത്ത മഴക്കാലത്തും AC റോഡിലെ ഗതാഗതം മുടങ്ങും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. UDFന്റെ ഭവന സന്ദർശനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകനും KPMS പ്രവർത്തകർക്കും മർദ്ദനമേറ്റതായി പരാതി. കൊടിക്കുന്നിൽ സുരേഷിന്റെ ജ്യേഷ്ഠൻ സുശീലന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശന വേളയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമമുണ്ടായത്. മാവേലിക്കര നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം നടന്ന ഗൃഹസന്ദർശന പരിപാടിക്കിടെയാണ് കോൺഗ്രസ് പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടത്. വേഴപ്ര ഉമ്മാച്ചേരി വാർഡിൽ രാജുമോൻ, കുഴിക്കാല കോടതിയിലെ KPMS പ്രവർത്തകൻ മോൻസി, മോൻസിയുടെ ഭാര്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ വരണാധികാരിയായ കളക്ടർ N. പത്മകുമാറിനും രാമങ്കരി പോലീസിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുഴിക്കാല കോളനി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് വീടുകളെല്ലാം കയറി ഞങ്ങൾ പ്രവർത്തകരുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകന്റെ വീട്ടിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴിക്കാല കോളനിയിലുള്ള അക്രമികളായ കുറേ പ്രവർത്തകർ വന്ന് ഞങ്ങളോട് അഭ്യർത്ഥന ചോദിച്ചു. ഒരു അഭ്യർത്ഥന എടുത്ത് കൊടുത്തു. ഞങ്ങൾക്ക് വന്നവർക്ക് എല്ലാവർക്കും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന തീർന്ന് അവിടെ കൊണ്ട് തിരിച്ചു പോകാനുള്ള സെറ്റപ്പിലായി ഞാൻ കുറച്ച് അഭ്യർത്ഥന എടുത്തുള്ളൂ. വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വാഹനത്തിൽ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പോക്കും തരണ്ട എന്നും പറഞ്ഞ് തെറി വിളിക്കുകയും വന്ന പ്രവർത്തകരെ വിളിച്ച് തള്ളുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് നടത്തില്ല. അപ്പോൾ നമുക്കറിയാവുന്ന ആൾക്കാരല്ലേ, അവരോട് പറഞ്ഞ് മോശമില്ല, വന്നവർ എൻ്റെ പുറത്ത് വന്നവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് പ്രവർത്തകരുടെ ഒരുത്തരും ഇവിടെ പ്രവർത്തനം നടത്തണ്ട, ഞങ്ങൾ മാത്രം എഴുതിയും പറഞ്ഞ് ഞങ്ങൾ നേരെ ആക്രമിക്കുകയായിരുന്നു. അത് സ്ഥിരം അവിടെ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ്. ഇലക്ഷൻ സംബന്ധിച്ച് എപ്പോഴും അവിടെ അക്രമം അഴിച്ചു വിടുന്ന ഈ പ്രവണത അതിന്റെ തുടർച്ചയാണ് ഇത്. ഇനി വീണ്ടും അവർ തന്നെ വീണ്ടും ഞങ്ങൾക്ക് ഭീഷണിയുള്ളൊരു സമയമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. കൈനഗരി തോട്ടുവാത്തല ജയേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതികളെ നെടുമുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 28-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. രാത്രി 11 മണിയോടെ ജയേഷിന്റെ വീട്ടിൽ മാരകായുധങ്ങളുമായി എത്തിയ പ്രതികൾ ജയേഷിനെയും തടയാൻ ശ്രമിച്ച കുടുംബാംഗങ്ങളെയും ആക്രമിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ ജയേഷിനെ പുത്തൻതുരം പാടത്ത് വെച്ച് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 34 വെട്ടുകളാണ് ജയേഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ ആലപ്പുഴയുടെ വടക്കേയറ്റത്തുള്ള കക്കാതുരുത്ത് ദ്വീപിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം കോട്ടയം കൊല്ലാട് നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയിൽ അന്യസംസ്ഥാനക്കാർക്കൊപ്പം പണി ചെയ്തു വരവെ ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഒന്നാം പ്രതിയായ അഭിലാഷ് എന്ന പുന്നമട അഭിലാഷ് കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ്. രണ്ടാം പ്രതിയായ പൂങ്കാവ് സ്വദേശി സാജൻ ആയുധ നിയമപ്രകാരമുള്ള കേസിലും മറ്റ് അടിപിടി കേസുകളിലും കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസിലും പ്രതിയാണ്. മൂന്നാം പ്രതിയായ നന്ദു ആലപ്പുഴ ആശ്രമം സ്വദേശിയാണ്. ഇയാൾ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. നാലാം പ്രതിയായ ചങ്ങനാശ്ശേരി കുമരങ്കരി സ്വദേശി ജനീഷ് നിരവധി മോഷണ കേസുകളിലും അടിപിടി, പിടിച്ചുപറി തുടങ്ങിയ കേസുകളിലും പ്രതിയാണ്. ഇവരെ കൂടാതെ പ്രതികൾക്ക് ആയുധങ്ങൾ ഒളിപ്പിക്കുന്നതിന് സൌകര്യം ചെയ്തു കൊടുത്ത കൈനഗരി തോട്ടുവാത്തല സ്വദേശികളും കേസിലെ 9ഉം 10ഉം പ്രതികളുമായ കുഞ്ഞുമോൻ, സന്തോഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആകെ 10 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി KK ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ
ഡിവൈഎസ്പി ജോൺസൺ ജോസഫ്, അമ്പലപ്പുഴ സിഐ എസ് സാനി, നെടുമുടി സബ് ഇൻസ്പെക്ടർ ആർ ഗോപാലകൃഷ്ണൻ, എസ്ഐ കെ ശിവൻകുഞ്ഞ്, എഎസ്ഐ പുഷ്കരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ടി വി കുര്യൻ, അരുണസ്, വിനോദ്, ബൈജു, സജി, മാർട്ടിൻ, റോബിൻസൺ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പിന്നെ ഇവരുമായിട്ട് ചെറിയൊരു വെറും നിസ്സാരം ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നു. വെറും നിസ്സാരം ഒരു വീട്ടിലോട്ട് പറഞ്ഞെന്നും പറഞ്ഞാണ് അവർ ഇത് ചെയ്തത്. പിന്നെ അവർ ഭീഷണിയാണെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊന്നും ചെയ്തു. പിന്നെ ഞാനിപ്പോൾ നമ്മൾ എൻ്റെ പറയാൻ പറ്റും. പിടിക്കപ്പെട്ടത് തന്നെയാണോ അന്ന് രാത്രിയിൽ വന്നത്? അതെ, പിടിക്കപ്പെട്ടത് തന്നെ. അന്ന് വന്നവർ തന്നെ നമ്മൾ കണ്ട് എല്ലാവർക്കും മനസ്സിലായി. ചമ്പക്കുളം പോസ്റ്റ് ഓഫീസിൽ നിന്നും വാർദ്ധക്യകാല പെൻഷൻ വിതരണം വൈകുന്നതായി പരാതി. നിരവധി വൃദ്ധജനങ്ങളാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത്. നെടുമുടി പഞ്ചായത്തിലെ വിവിധ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ചമ്പക്കുളം പോസ്റ്റ് ഓഫീസ് മുഖേനയാണ്. വാർദ്ധക്യകാല പെൻഷൻ വാങ്ങാനെത്തുന്നവരെ ചെറിയ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഇവിടുത്തെ പതിവെന്ന് നാട്ടുകാർ പറയുന്നു. നെടുമുടി പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ വിവിധ ക്ഷേമ പെൻഷനുകൾ നൽകാനുള്ള തുക പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോസ്റ്റ്മാൻമാരാണ് വിവിധ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യേണ്ടത്. വിവിധ ക്ഷേമ പെൻഷനുകൾ ഒന്നിച്ചെത്തുന്നതിനാൽ ഇവ വേർതിരിച്ച് അതാത് വീടുകളിൽ എത്തിക്കേണ്ടതിനാലാണ് കാലതാമസം ഉണ്ടാകുന്നതെന്നാണ് ചമ്പക്കുളം പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ വിശദീകരണം. വാർദ്ധക്യകാല പെൻഷൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവസാനം വിതരണം ചെയ്തത്. വൃദ്ധരും നിരാലംബരുമായ ഇവരുടെ ഏക വരുമാന മാർഗമാണ് തുച്ഛമായ വാർദ്ധക്യകാല പെൻഷൻ. അതെങ്കിലും കൃത്യമായി വിതരണം ചെയ്യാനുള്ള മാനുഷികത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതാണ്. കഴിഞ്ഞ വേലാഴ്ച ഞാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് എല്ലാം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഇതുവരെ പൈസ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇവർ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ചോദിച്ചപ്പോഴാണ് പൈസ വന്നിട്ടുണ്ട്, അവിടുന്ന് ഇവിടെ കട്ടക്കട്ടായിട്ട് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല. 400 വെച്ചാ. എത്രയായിരുന്നു? 1100 ഒരു മാസം. ഇത് വാർദ്ധക്യകാല പെൻഷൻ തന്നെയാണോ? അതെ അല്ലേ. 900 പിന്നെ 200ന്റെ കാര്യം എങ്ങനെ പറഞ്ഞേ? 4 മാസത്തെ അരിയേഴ് ചേർത്ത് തരാണ്. 4 മാസം. ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ ഇവരെന്താ പറയുന്നത്? അവരും മേടിച്ചിട്ടില്ല പറഞ്ഞു. ഞാൻ മേടിച്ചില്ല. അത് പഞ്ചായത്തിൽ നിന്ന് അടിച്ചോട്ടെ. പഞ്ചായത്തുകാര് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നതിൽ കുറവാണ് വന്നിരിക്കുന്നത്, തുക കുറവാണ്. ഒരു മാസം 1100 കഴിഞ്ഞതിന് 900 വെച്ച് തന്നു 4 മാസം. അതിപ്പം ഇത് വന്നപ്പോ 6 മാസം 2400 വന്നു. 6 മാസത്തേക്ക് 2400 വന്നിട്ട് നമുക്ക് വരേണ്ടത് അപ്പം 6 മാസത്തേക്ക് 6 2 12 7200 വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ കുട്ടനാട്ടിൽ നിലം നികത്തൽ വ്യാപകമാകുന്നു. രാമങ്കരി വില്ലേജിന് കീഴിലെ മാമ്പുഴക്കരിയിൽ വ്യാപകമായി നിലം നികത്തിയിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. മാമ്പുഴക്കരി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ വടക്കായിട്ടാണ് നിലം നികത്തൽ നടക്കുന്നത്. നല്ല വിളവ് ലഭിച്ചിരുന്ന പാടങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നികത്തുന്നത്. ഇത് റവന്യൂ അധികാരികളുടെ ഒത്താശയോടെയാണ് നടക്കുന്നത്. 1 or 2 രാത്രി കൊണ്ട് നികത്തപ്പെട്ടത് ഏക്കർ കണക്കിന് സ്ഥലമാണ്. വീട് വെക്കാനെന്ന പേരിൽ 5 സെന്റിന് അനുമതി വാങ്ങി ലക്ഷങ്ങൾ കൈമടക്ക് നൽകിയാണ് ഇത്തരത്തിൽ നികത്തുന്നത്. നികത്തൽ പൂർത്തിയാകുമ്പോൾ അധികാരികളെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകും. ഇതാണ് പതിവ്. ഫലത്തിൽ പണമുണ്ടെങ്കിൽ ഏത് നിലവും നികത്താമെന്ന് സാരം. എന്തുതന്നെയായാലും വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഇപ്പോൾ കുട്ടനാട്ടിലുള്ള പുഞ്ചപ്പാടങ്ങളിൽ 1/3 ഭാഗം കരയായി മാറുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് KCV. മങ്കമ്പ് തെക്കേക്കരയിലെ മൂലം പൊങ്ങപ്ര പാടശേഖരത്തിന്റെ പുറംബണ്ട് ഉയർത്തിയില്ലെങ്കിൽ അടുത്ത മഴക്കാലത്തും AC റോഡിലെ ഗതാഗതം നിലയ്ക്കും. ഇതാണ് കുട്ടനാട്ടുകാരുടെ വഴിമുടക്കിയായ മൂലം പൊങ്ങമ്പ്ര പാടശേഖരം. ഒരു പാടശേഖരം എങ്ങനെ നാട്ടുകാരുടെ വഴിമുടക്കിയാവും എന്നാവും മാന്യപ്രേക്ഷകർ ചിന്തിക്കുന്നത്. മഴയെത്തുന്ന വഴിയെ AC റോഡിൽ മങ്കൊമ്പ് തെക്കേക്കര ഭാഗത്ത് വെള്ളം കയറുന്നതിനുള്ള ഏക കാരണമാണ് ഈ മൂലം പൊങ്ങമ്പ്ര പാടശേഖരം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് തെക്കേക്കര ഭാഗത്ത് 200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമാണ് മൂലം പൊങ്ങമ്പ്ര പാടശേഖരം. ഈ പാടശേഖരത്തുണ്ടാവുന്ന മടവീഴ്ചയാണ് മങ്കൊമ്പ് തെക്കേക്കര പാലം മുതൽ മങ്കൊമ്പ് ബ്ലോക്ക് വരെയുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങുവാൻ പ്രധാന കാരണം. AC റോഡിലെ ഏറ്റവും താഴ്ന്ന പ്രദേശവുമാണിത്. 2013 ആഗസ്റ്റിൽ ഈ പാടശേഖരത്തിന് പുറംബണ്ട് ഉയർത്തുന്നതിനായി ആരോഗ്യവകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് 7 ലക്ഷത്തോളം രൂപ അനുവദിച്ചിരുന്നു. പണം അനുവദിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളം വറ്റിച്ചുകൊണ്ടിരുന്നതല്ലാതെ പുറംബണ്ട് ഉയർത്തി AC റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് അന്ന് സാധിച്ചിരുന്നില്ല. അതിനിടയിൽ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് പാടശേഖര സമിതിക്ക് ആവശ്യമായ പണം അനുവദിക്കുന്നതിന് ആലപ്പുഴ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കുറെ തെങ്ങും കുറ്റികളും ആറ്റുകട്ടയും ഇറക്കി നാട്ടുകാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കണ്ണിൽ പൊടിയിടുക മാത്രമാണ് പാടശേഖര സമിതി ചെയ്തത്.
ഇപ്പോൾ പുഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞ് പാടശേഖരത്ത് വെള്ളം കയറ്റിയിരിക്കുകയാണ്. രണ്ടാം കൃഷി ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു. എന്തായാലും പാടശേഖര സമിതി പുറംബണ്ട് ബലപ്പെടുത്തി ഉയർത്തിയില്ലെങ്കിൽ വരുന്ന വെള്ളപ്പൊക്കത്തിൽ വീണ്ടും AC റോഡ് വെള്ളത്തിലാവും. കഴിഞ്ഞ വർഷം 3-4 വെള്ളപ്പൊക്കങ്ങളിലായി 1 മാസത്തോളമാണ് AC റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടന്നത്. ആയിരക്കണക്കിന് KSRTC സർവീസുകൾ ഉൾപ്പെടെ റോഡ് ഗതാഗതം മുടങ്ങുന്നതിനും മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ കൃഷികൾ വെള്ളത്തിലാകുന്നതിനും പ്രധാന കാരണമായതും ഈ പാടശേഖരമാണ്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപ നഷ്ടമാകുന്നതിനും പ്രധാന കാരണം 200 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്തിന്റെ പുറംബണ്ട് ഉയർത്താത്തതാണ്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയോ പാടശേഖര സമിതി തന്നെയോ അതിന് തയ്യാറാവണം. കനകം മൂലം, കാമിനി മൂലം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മൂലം പൊങ്ങമ്പ്ര പാടശേഖരം മൂലം നാട്ടുകാർക്ക് വഴിനടക്കാൻ മേല എന്ന് കേൾക്കുന്നത് ആദ്യമായാണ്. പുറംബണ്ട് ഉയർത്താനും പാടശേഖരത്തെ വെള്ളം വറ്റിക്കാനുമൊക്കെയായി വീണ്ടും ലക്ഷങ്ങൾ അനുവദിക്കുവാൻ പാടശേഖര സമിതിക്ക് നല്ലൊരു വെള്ളപ്പൊക്ക കാലം ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. ജനദ്രോഹികളായ UDF, BJP മുന്നണികളെയും അവസരവാദ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപവുമായി മാറിയിരിക്കുന്ന കപട ഇടതുമുന്നണിയെയും പരാജയപ്പെടുത്തണമെന്ന് ഇടതുപക്ഷ ഐക്യമുന്നണി നേതാവ് KK രമ. ഇവരെ പരാജയപ്പെടുത്തേണ്ടത് യുവജനങ്ങളുടെ കടമയാണെന്നും KK രമ പറഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KS ശശികലയെ വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. MCPI നേതാവ് ET ശശി, SUCI സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ഭാഗങ്ങളിലും ആവേശപൂർവ്വം ജനങ്ങൾ സ്വീകരിക്കുകയാണ് ഈ പുതിയൊരു രാഷ്ട്രീയത്തിന്റെ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമായി മാറുകയാണ് പുതിയ രാഷ്ട്രീയത്തിന്റെ പ്രവേശനവും ഇതിന്റെ ചർച്ചകളും. ഞങ്ങൾ ഉയർത്തിവിടുന്ന രാഷ്ട്രീയ ചർച്ചകൾ കേരളമാകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു നാളിതേവരെ നമ്മുടെ രാജ്യം ഭരിച്ച മാറി ഭരിച്ച സർക്കാരുകൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഇടതുപക്ഷവും വലതുപക്ഷവും കുറെ കാലമായി നമ്മുടെ രാജ്യം ഭരിച്ചപ്പോൾ രണ്ടും ഒരേ നിലപാടുകൾ ആവർത്തിക്കുമ്പോൾ, രണ്ടും ഒരേ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനം അത് തിരിച്ചറിയുകയാണ് ഇതിന്റെ കപടമുഖം. വലതുപക്ഷത്തിന്റെ കപട രാഷ്ട്രീയങ്ങളെ സംബന്ധിച്ചും ജനവിരുദ്ധമായ രാഷ്ട്രീയ വികാരങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ മുഖത്തെ സംബന്ധിച്ചും ജനങ്ങൾ തിരിച്ചറിയുന്നു. അതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഈ 20 ലോകസഭാ മണ്ഡലങ്ങളിലെയും നിർണയിക്കുന്നത് ഒരുപക്ഷെ ഈ ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ രംഗപ്രവേശമാണ്. ഇടതുപക്ഷ ഐക്യമുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. കൈനകരി പഞ്ചായത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും LDF പ്രവർത്തകർ നശിപ്പിച്ചെന്ന് കൈനകരി പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആരോപിച്ചു. പരാജയഭീതി പൂണ്ട ഇവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. യോഗത്തിൽ KP സോമനാഥൻ, PR മനോജ്, മധു സി കുളങ്ങര, SD രവി, D ലോനപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ?
ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വീണ്ടും വാർത്തകളിലേക്ക്. വാഴ്ത്തപ്പെട്ട പദവിയിലുള്ള ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും സിസ്റ്റർ ഏവു പ്രാസ്യാമിയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ വത്തിക്കാൻ തീരുമാനിച്ചു. അൽഫോൻസാമയ്ക്ക് ശേഷം ഭാരതസഭയ്ക്ക് ലഭിക്കുന്ന വിശുദ്ധരാണ് ഇരുവരും. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ കൈനകരിയിലായിരുന്നു ചാവറയച്ചന്റെ ജനനം. 1829 പുരോഹിതനായി അദ്ദേഹം ചേന്നകരി പള്ളിയിൽ ചേർന്നു. 1830 മാന്നാനത്തേക്ക് എത്തിയതോടെയാണ് ഒട്ടേറെ സാമൂഹ്യ പുരോഗതിക്ക് അടിത്തറയിട്ട പ്രവൃത്തികൾക്ക് തുടക്കമായത്. ജാതിചിന്ത കൊടുമ്പിരി കൊണ്ട് അക്കാലത്ത് ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കാനും അവർക്ക് അക്ഷരവെളിച്ചം പകരാനും ചാവറയച്ചന് കഴിഞ്ഞു. ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ അച്ഛൻ നൽകിയ കൈത്താങ്ങ് എക്കാലവും സ്മരിക്കപ്പെടുന്നതാണ്. മാന്നാനം പള്ളിയോട് ചേർന്ന് സ്കൂളുകൾ സ്ഥാപിച്ച അദ്ദേഹം മറ്റ് ഇടവകകളിൽ സ്കൂൾ തുറക്കാൻ മടി കാണിച്ചാൽ പള്ളികൾ അടച്ചിടാൻ മടിക്കില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഭരണവർഗത്തിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് നിഷേധ വോട്ട് ചെയ്യുമെന്ന് മാമ്പഴക്കരയിലെ യുവജനങ്ങൾ. യൂത്ത് മൂവ്മെന്റിലും യുവദീപ്തിയിലും പ്രവർത്തിക്കുന്ന യുവാക്കളാണ് നിഷേധ വോട്ടിന് ഒരുങ്ങുന്നത്. കുട്ടനാട് പാക്കേജ് പേപ്പറിലെ വട്ടപൂജ്യമായെന്നും വർഷങ്ങൾ പിന്നിട്ട പാക്കേജ് ഇപ്പോൾ ഉദ്ഘാടനം നടത്തിയത് വോട്ട് കച്ചവടത്തിനാണെന്നും കുടിവെള്ളത്തിനായി കേഴുന്ന കുട്ടനാടൻ ജനതയെ കാണാത്ത രാഷ്ട്രീയ കണ്ണുകൾക്കെതിരെയും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തിയ രാഷ്ട്രീയ നെറികേടിനെതിരെയുമാണ് മാമ്പഴക്കരയിലെ യുവജന സംഘടനകൾ പ്രതിഷേധ വോട്ട് ചെയ്യാൻ ആഹ്വാനം നടത്തിയത്. മാമ്പഴക്കരയിലും പരിസര പ്രദേശങ്ങളിലും യുവജന സംഘടനകൾ സ്ഥാപിച്ച ബോർഡുകളിൽ കാണാം: ഇതുവരെ നിങ്ങൾ പറഞ്ഞു വോട്ട് ചെയ്യൂ, വാഗ്ദാനങ്ങൾ നേടൂ. ഇനി ഞങ്ങൾ പറയാം, വോട്ട് ചെയ്യാം, വാഗ്ദാനങ്ങൾ നിറവേറ്റൂ. ന്യൂസ് ഡെസ്ക് KCV. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യൽ ലളിതവും സുതാര്യവുമാണ്. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിലെത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സമ്മതിദായകന്റെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടും. വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കും. തുടർന്ന് ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടിയ ശേഷം വോട്ട് ചെയ്യാൻ അനുവദിക്കും. വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ചുമതലപ്പെട്ട ഓഫീസർ ബാലറ്റ് ബട്ടൺ അമർത്തും. വോട്ടർ കമ്പാർട്ട്മെന്റിലുള്ള ബാലറ്റിംഗ് യൂണിറ്റിന്റെ മുകളിലുള്ള പച്ച ലൈറ്റ് തെളിയുമ്പോൾ യന്ത്രം വോട്ടിംഗിന് തയ്യാറാകും. ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയതിന് നേരെയുള്ള നീല ബട്ടണിൽ വിരലമർത്തുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കുകയും ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്താൽ വോട്ട് രേഖപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കാം. സമ്മതിദായകർക്കായി പോളിംഗ് കേന്ദ്രങ്ങളിൽ പ്രത്യേക സൌകര്യമൊരുക്കുമെന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ N. പത്മകുമാർ. വികലാംഗർ, മുതിർന്ന പൌരന്മാർ, കൈക്കുഞ്ഞുമായി വരുന്ന സ്ത്രീകൾ എന്നിവർക്ക് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരിക്കും. 2ലധികം ബൂത്തുള്ള പോളിംഗ് കേന്ദ്രങ്ങളിൽ ബൂത്ത് കണ്ടെത്താനും വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ കണ്ടെത്തി നൽകുന്നതിനും വോട്ടർ സഹായ ഡെസ്കുകൾ സജ്ജീകരിക്കും. ചരമവാർത്തകൾ. കാവാലം പടിഞ്ഞാറെ കുന്നമ്മ പാണ്ടിശ്ശേരി വീട്ടിൽ ലക്ഷ്മി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. UDFന്റെ ഭവന സന്ദർശനത്തിനിടെ കോൺഗ്രസ് KPMS പ്രവർത്തകർക്കു മർദ്ദനം. മർദ്ദനമേറ്റ രാജുമോൻ, മോൻസി എന്നിവരെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടിനെ നടുക്കിയ കൊലക്കേസ് പ്രതികൾ പോലീസ് പിടിയിൽ. കൈനകരി ജയേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഘത്തെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യം. വാർദ്ധക്യകാല പെൻഷൻ വിതരണത്തിൽ പോസ്റ്റ് ഓഫീസ് അനാസ്ഥ കാട്ടുന്നതായി നാട്ടുകാർ. ഇവിടെ ആരു കൊടികുത്തും? ഇലക്ഷന്റെ മറവിൽ നിലം നികത്ത് വ്യാപകം. കൊടികുത്താൻ ആളില്ലാതെ കുട്ടനാട്ടിലെ നികത്തുപാടങ്ങൾ. മങ്കമ്പ് തെക്കേക്കര മൂലം പൊങ്ങപ്ര പാടശേഖരത്തിന്റെ പുറംബണ്ട് ഉയർത്തിയില്ലെങ്കിൽ അടുത്ത മഴക്കാലത്തും AC റോഡിലെ ഗതാഗതം മുടങ്ങും.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.